ഈ തപസ് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം രാജാവിനുണ്ടോ? രാജാവിനുണ്ട്. അത് അധാർമികമാണെങ്കിൽ നിരോധിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. കാരണം ഒരാൾ തപസ് ചെയ്തിട്ട് ആ തപസ്സിൽ നിന്നൊരു രാവണനാണ് ഉണ്ടാകുന്നതെങ്കിൽ 3 ലോകങ്ങൾക്കുമാണ് രാവണൻ, 3 ലോകങ്ങളുടെയും ജീവിതത്തിന് രാവണൻ വിഘാതങ്ങളുണ്ടാക്കി. സ്വർഗ്ഗലോകത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചെടികൾ വരെ അദ്ദേഹം പറിച്ചുകൊണ്ട് പോകുന്നു. കൽപ്പവൃക്ഷം പറിച്ചുകൊണ്ട് പോകുന്നു. അപ്സരസുകളെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകുന്നു. മേനക, രംഭ, തിലോത്തമ, ഉർവശിമാരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ തപസ്സിൻ്റെ ശക്തി കൊണ്ട് തിന്മകളെ തെഴിപ്പിക്കുക, സുഖീയമായ സ്വാർത്ഥമായ തിന്മകളെ തെഴിപ്പിക്കുക, ആ തിന്മകൾക്ക് വിളയാടാനുള്ള ഒരു വേദിയായി തപശക്തിയെ മാറ്റുക എന്ന് പറയുന്നത് പോലെ ഒരു പാപകർമ്മം ഇല്ലാത്തതുകൊണ്ട് അത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പാപിഷ്ഠമായ കർമ്മമാണ്. തപസ്സിൻ്റെ സിദ്ധിയെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തെ തനിക്ക് കുടുംബസ്വത്തുണ്ടാക്കാനും തൻ്റെ പാർട്ടിയെ വളർത്താനും തൻ്റെ സുഹൃത്തുക്കളെ നല്ല നല്ല സ്ഥാനങ്ങളിൽ, അധികാരമുള്ള സ്ഥാനങ്ങളിൽ കയറ്റിവയ്ക്കാനും ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ആ സ്ഥാനത്തെ ഉപയോഗിച്ചെന്നാൽ അവൻ രാവണനാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവൻ, അവനിൽ രാവണത്വം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് രാവണൻ എന്ന് പറയുന്നത് ഒരു വിശ്രവസിൻ്റെ പുത്രനായ ഒരു പ്രത്യേക വ്യക്തി മാത്രമല്ല, വിശ്രവസൻ്റെ പുത്രനായ പ്രത്യേക വ്യക്തിയായിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന, അധികാരത്തെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ദുരധികാരിയായ ഒരു ഭരണാധികാരിയുടെ ശാശ്വതമായ പ്രതീകം കൂടിയായി ഇരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട് രാവണൻ. അതുകൊണ്ട് തപസ് ഒരിക്കലും സ്വാർത്ഥമായ കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ല. സാത്വികമായ തപസ് ചെയ്തവരാരും സ്വാർത്ഥമായ നേട്ടങ്ങൾ ആ തപസ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുമില്ല.